അപ്പൊ കലകലാട്ടയിലേക്ക് തിരിച്ചെത്തുമ്പോ കണ്ണൂരിന്റെ ആഘോഷ പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളൊരു അതിഥിയിലേക്കൂടെ പോകും. അതിഥി വേറെ ആരുമല്ല, ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം നാടക മത്സരത്തിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട അനാമിക നമ്മോടൊപ്പം ഉണ്ട്. അനാമികക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാകും അല്ലേ? അനാമിക ഏത് സ്കൂളിലാണ്? നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൊളത്തൂര്. അപ്പൊ അനാമിക നാടകത്തിൽ വരുമ്പോ സ്വാഭാവികമായിട്ട് നല്ലൊരു വേഷം കിട്ടുന്നു, അത് അഭിനയിച്ച് തകർക്കുന്നു, എല്ലാവരുടെയും മനസ്സിലൊരു മോഹം ഉണ്ടാവും, നമുക്കൊരു അല്ലേ? അങ്ങനെ ഒരു മോഹമായിട്ടാണ് വണ്ടി കയറിയത്. അതെ അതെ, ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹയർ സെക്കൻഡറിയിലേക്ക് അത് കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നിയോണ്ട് തന്നെ ഞങ്ങളെ സ്കൂൾ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 വർഷമായി സ്റ്റേറ്റ് ആണ് നാടകം. നാടകത്തിനോട് അത്ര ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സാണ് അവിടെയുള്ള ടീച്ചേഴ്സും എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ സ്കൂളിൽ പോയി ചേർന്നതും അങ്ങനെ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് ഷിഗിൽ ഗൗരി എന്ന് പറഞ്ഞ ഏട്ടനായിരുന്നു. ഡയറക്ഷൻ ഷിഗിൽ ഗൗരി ആയിരുന്നു. ഹർലാൽ ബത്തേരി ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. പരപ്പനങ്ങാടി നാടക കമ്പനിയുടെ നാടകമായിരുന്നു ഇരവി നാടകം. ഇരവി നാടകത്തിൽ ഇരവി ആയിട്ടായിരുന്നു ഞാൻ അഭിനയിച്ചത്. ഹയർ സെക്കൻഡറി സ്കൂൾ നാടക മത്സരം കാണാൻ പോയ ഒരുവിധ ആളുകളൊക്കെ ആ നാടകത്തെ കുറിച്ച് സംസാരിച്ചു. അത് കളരി ബേസിലുള്ള നാടകമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ആർക്കും കളരി അറിയില്ല. ഇതിനു വേണ്ടി ഞങ്ങൾ കളരി പഠിച്ചതാണ്. ഇതിനു വേണ്ടി ഞങ്ങൾ 2 മാസം ഷിഗിലേട്ട ഫസ്റ്റ് സെലക്ഷന് വന്നപ്പോൾ തന്നെ പറഞ്ഞു മെയ് വഴക്കം വേണം ഞങ്ങൾക്ക്, അപ്പൊ നിങ്ങൾ എല്ലാവരും കളരിക്ക് പോയിക്കോളിയും പറഞ്ഞു. അങ്ങനെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ലിംറ മാർഷൽ ആർട്സ് അക്കാഡമി ആയിട്ടുണ്ടായിരുന്ന തിരുവേഗപ്പുറ ലിംറയിലായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഗഫാർ എന്ന് പറഞ്ഞ കോച്ചായിരുന്നു എനിക്ക്. എന്നിട്ട് ഞങ്ങൾ നാടകം സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞങ്ങൾക്ക് വിപിൻ സുബ്രഹ്മണ്യൻ കുഞ്ഞിനേട്ടൻ എന്ന് പറയും, ഞങ്ങൾക്ക് കൊറിയോഗ്രാഫർ ഉണ്ടായിരുന്നു നാടകത്തിന് വേണ്ടിയിട്ട്. മൂപ്പരുടെ നാടകം കണ്ടവർക്ക് അറിയാം, ഫുൾ ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതൊക്കെ കൊറിയോഗ്രാഫി ചെയ്തത് മൂപ്പരാണ്. അങ്ങനെ അത് ലാസ്റ്റ് സീനിൽ ഈ റോൾ ചെയ്യണ സമയത്ത് ഒന്നാമത് കെട്ടിപ്പടുത്തോന്നല്ലോ അതായിട്ടുള്ള. അപ്പൊ മാച്ച് ഇട്ടപ്പോഴും ഒരയണ കല്ലിങ്ങനെ പൊന്തിക്കണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ വീണ് കാലുമൊക്കെ മുറിയായി. നല്ല ആ വേദനയൊക്കെ പക്ഷെ ഇപ്പൊ മറന്നു കാണും അല്ലേ? അതെ അതെ. ഇരട്ടി മധുര നാടകവും പഠിച്ചു, കളരി പഠിച്ചതിനിടയിൽ. അപ്പൊ ടീം അംഗങ്ങൾക്കൊക്കെ കളരി പഠിക്കേണ്ടി വന്നോ? അതെ അതെ, ഞാനും പിന്നെ എനിക്ക് നാടകത്തിൽ ശരിക്കും ആക്ച്വലി എന്തായിരുന്നു ഈ നാടകത്തിന്റെ ഒരു തീം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാസിസത്തിനെതിരായിട്ടുണ്ടായിരുന്ന ഒരു നാടകമായിരുന്നു ഇത്. ഹിസ്റ്ററിയിലൊക്കെ ഉണ്ട്, ഇരവി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഹിസ്റ്ററിയിലൊക്കെ ഉണ്ട്. വേടരാഗ്നി, എങ്ങനത്തെ ഡയലോഗ് വേണ്ട? സീരിയസ് ആയിട്ട് സങ്കടമായിക്കോട്ടെ. അപ്പൊ ഏതൊരു ക്യാരക്ടർ മൈക്ക് പിടിക്കണോ? ശരിയാ തമ്പ്ര, ഓന് ഞാൻ ആദ്യമായി കാണുമ്പോ അവളിൽ നിന്ന് കിനിഞ്ഞിറങ്ങണ കണ്ണീരുണ്ടായിരുന്നു. ആ കണ്ണീര് ചങ്കീന്ന് വന്നതാണെന്നാ ചതീന്ന് വന്നതാണെന്നാ മനസ്സിലാക്കാൻ പറ്റിയില്ല. ഞാളെ വർഗം തോച്ചു പോണതും ആ കണ്ണീരിന്റെ മുന്നിൽ തന്നെ. പെട്ടെന്ന് എക്സ്പ്രഷൻ ഒക്കെ വരുന്നല്ലേ? നമ്മളിപ്പോ പറഞ്ഞപ്പോ സങ്കടമൊക്കെ എവിടെ പോകുന്നു. സിനിമയിലൊക്കെ കയറണ്ട നമുക്ക്. ചെയ്തിട്ടുണ്ട് സിനിമ സുലൈഖ മൻസൂർ എന്ന് പറഞ്ഞു. കൊള്ളാലോ. ഹാലട കസിൻ ഒക്കെ അങ്ങനെയായിട്ട് ചെയ്തു. അല്ലെ നമ്മുടെ ഒരു മെയിൻ സ്ട്രീം സിനിമകളോടൊക്കെ താല്പര്യമുണ്ടോ? നമ്മുടെ ഒരു മെയിൻ സ്ട്രീം സിനിമകളോടൊക്കെ താല്പര്യമുണ്ടോ? അഭിനയത്തോട് ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ നാട്ടിലെത്തിയാൽ സ്റ്റാർ ആണ്. സ്കൂളിലും നാട്ടിലൊക്കെ വലിയ ഫ്ലക്സുകൾ പൊങ്ങും. ചോദിക്കണ്ടേ എവിടെ വീട്ടിലുണ്ടോ മൊമെന്റോ തരാൻ വേണ്ടിട്ടും ഓരോന്നിനും അനുമോദനത്തിലൊക്കെ അയച്ചു വിളിക്കും. ഒരുപാട് മൊമെന്റോസ് ഒക്കെ കിട്ടും. മൊമെന്റോസ് ഒക്കെ വെക്കാൻ നല്ലൊരു അലമാരൊക്കെ അച്ഛനോട് ഫില്ലായി. ശരി, അപ്പൊ ഒരുപാട് അഭിനന്ദനങ്ങൾ. ഒരു നല്ല ഭാവി ഉണ്ടാവട്ടെ. ഇനിയും ഒരുപാട് വേദികൾ വെച്ച് അനാമിക ഞങ്ങൾ ഇങ്ങനെ കാണട്ടാൻ സംസാരിക്കാനൊക്കെ കഴിയട്ടെ. പ്രധാനപ്പെട്ട വേഷങ്ങൾ ഞങ്ങൾക്ക് കാണാൻ കഴിയട്ടെ. യെസ്, അപ്പൊ അനാമികയുടെ വിശേഷങ്ങളാണ് കേട്ടത്. അനാമികക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരു വലിയ നടിയാവണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ പെട്ടെന്ന് സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. കലകലാട്ട.